നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫെറ്റീഗ് ലോഡിംഗ് ആണ്. ഫെറ്റീഗ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് ലോഡിംഗ് നമ്മൾ ഇമ്പാക്റ്റ് ലോഡിംഗ് പഠിച്ചായിരുന്നു. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ സ്റ്റാറ്റിക് ലോഡിംഗ് പഠിച്ചായിരുന്നു. സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് വെച്ചാൽ മൂവ് ചെയ്യാത്ത ലോഡ്, സ്റ്റേഷനറി ലോഡ് ചെയ്യുമ്പോൾ അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പാക്റ്റ് ലോഡിംഗ് പഠിച്ചായിരുന്നു. അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഫെറ്റീഗ് ലോഡിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഫെറ്റീഗ് എന്ന് നോക്കാം. ഫെറ്റീഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ് ഫെറ്റീഗ്. വെൻ എ മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റഡ് ടു റിപ്പീറ്റഡ് സ്ട്രെസ് ഓർ റിപ്പീറ്റഡ് ലോഡ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് ലോഡ്സ്, ഇറ്റ് ഫെയിൽസ് അറ്റ് എ സ്ട്രെസ് ഫാർ ബിലോ ദ yield പോയിന്റ് സ്ട്രെസ്. സച്ച് ടൈപ്പ് ഓഫ് ഫെയിലിയർ ഈസ് നോൺ ആസ് ഫെറ്റീഗ്. അതായത് ഒരു മെറ്റീരിയലിൽ നമ്മൾ റിപ്പീറ്റഡ് സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇമ്പാക്റ്റ് ലോഡിങ്ങിൻ്റെ കേസും നമ്മുടെ സ്റ്റാറ്റിക് ലോഡിങ്ങിൻ്റെ കേസ് ആയാലും, സ്റ്റാറ്റിക് ലോഡിങ്ങിനാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റേഷനറി ലോഡ് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഒരു ബീമിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചെറുതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. അതാണ് സ്റ്റാറ്റിക് ലോഡിങ് ആയിരുന്നത്. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ലോഡിങ്ങിനാണെങ്കിൽ ആ ഒരൊറ്റ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ലോഡ് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അതോടുകൂടി ഒരു ഫെയിലിയർ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഫെയിലിയർ നടക്കുന്നത് വെച്ചാൽ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ yield പോയിന്റിലേക്ക് ആയിരിക്കും നടക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഇവിടെ ഈ കേസിലാണെങ്കിൽ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോഡ് കൊടുക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കാം. ഒറ്റ ലോഡല്ല കൊടുക്കുക, അത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അതായത് ഒറ്റ തവണ കൊടുത്തുകൊണ്ട് കഴിയില്ല, പിന്നെയും അത് ഒരു സൈക്കിളിൽ അത് റിപ്പീറ്റ്, ഒരു സൈക്ലിക് ലോഡിങ് എന്ന് പറയും. സൈക്ലിക് ലോഡിംഗ് എന്ന് കൂടി പറയും. ഓരോ സൈക്കിളിലും ആ ലോഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ വരുന്നത് നമ്മുടെ റൊട്ടേറ്റിംഗ് കേസിലൊക്കെയാണ്. ഇപ്പോൾ ഷാഫ്റ്റ് നല്ല ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വൈബ്രേഷൻ വരുമ്പോൾ അതിനകത്ത് ലോഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ആ ലോഡിംഗ് എന്ന് പറയുന്നത് ഓരോ സൈക്കിളിൽ ഓരോ റൊട്ടേഷനിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് ലോഡ് എന്ന് പറയാം. ആൾട്ടർനേറ്റിംഗ് ലോഡ് എന്ന് വെച്ചാൽ ലോഡ് ഒരു ഹൈ വാല്യൂ തൊട്ട് ലോ വാല്യൂ വരെ ആൾട്ടർനേറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കാം. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് ഒരു മാക്സിമം വാല്യൂ തൊട്ട് മിനിമം വാല്യൂ വരെ, മാക്സിമം വാല്യൂ തൊട്ട് മിനിമം വാല്യൂ വരെ മാറിക്കൊണ്ടിരിക്കും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ റിപ്പീറ്റിംഗ് ലോഡ്, ആൾട്ടർനേറ്റിംഗ് ലോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പെസിമെൻ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഫെയിലാവും. പക്ഷെ അത് ഫെയിലാവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ yield പോയിന്റ് സ്ട്രെസ് എത്തില്ല, അതിന് മുമ്പായിരിക്കും അത് ഫെയിൽ ചെയ്യുന്നത്. അപ്പോൾ yield പോയിന്റ് സ്ട്രെസ് എത്രയാണോ അതുവരെ എത്തില്ല, അതിൻ്റെയും വളരെ താഴെ ലെവലിൽ വെച്ചിട്ടായിരിക്കും അത് ഫെയിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫെയിലിയറിനെയാണ് നമ്മൾ ഫെറ്റീഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫെറ്റീഗ് വരാൻ കാരണം, അല്ലെങ്കിൽ അത് yield പോയിന്റിലും വളരെ താഴെ പോയിന്റിൽ വെച്ചിട്ട് അത് ഫെയിൽ ആവാൻ കാരണം അത് റിപ്പീറ്റഡ് ലോഡിങ് വരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ സൈക്ലിക് ലോഡിങ് വരുന്നതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു എക്സാമ്പിളാണ്. നമ്മൾ ഒരു കമ്പി എടുത്തിട്ട്, ഒരു സ്റ്റീലിൻ്റെ കമ്പി എടുത്തിട്ട് വളയ്ക്കുകയില്ലേ, നമ്മൾ രണ്ട് എൻഡിലും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് കഴിഞ്ഞാൽ കുറേ നേരം വളച്ച് കഴിയുമ്പോൾ അത് ചൂടാവും. ആ ബെൻഡ് വരുന്നിടത്ത് അല്ലേ, ആ ഒരൊറ്റ പോയിന്റിൽ തന്നെയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വളച്ച് ആ പോയിന്റ് എത്തുമ്പോൾ അത് ചൂടായി അത് ഒടിഞ്ഞു പോകും. അപ്പം നമ്മൾ റിപ്പീറ്റഡ് ലോഡിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, രണ്ട് എൻഡിലും പിടിച്ച കമ്പീനെ വളച്ചുകൊണ്ടിരിക്കുകയല്ലേ, വളച്ചുകൊണ്ടിരുന്ന് അവസാനം ചൂടായി അത് പൊട്ടിപ്പോകും. അപ്പോൾ അത് മിക്കവർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ കമ്പികളൊക്കെ വളച്ച് പൊട്ടിക്കാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫെറ്റീഗ് ലോഡിങ്ങിൻ്റെ. അപ്പോൾ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഫെറ്റീഗ് ഫെയിലിയർ ഈസ് ബ്രേക്കിംഗ് എ തിൻ സ്റ്റീൽ റോഡ് ഓർ വയർ വിത്ത് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ ബെൻഡിങ് ഇറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് സെവറൽ ടൈംസ് ഇൻ ദ സെയിം പ്ലേസ്. അതായത് സ്റ്റീൽ റോഡിനെ നമ്മൾ രണ്ട് എൻഡിൽ പിടിച്ച് കൈകൊണ്ട് അങ്ങോട്ടും അങ്ങോട്ടും വളച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ചൂടായി പൊട്ടിപ്പോകും. അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഫെറ്റീഗ് ഫെയിലിയർ ആണ് അവിടെ നടക്കുന്നത്. അതെ, ഹൗ ഫെറ്റീഗ് ഫെയിലിയർ ഈസ് ഡിഫറെന്റ് ഫ്രം സ്റ്റാറ്റിക് ഫെയിലിയർ. എങ്ങനെയാണ് ഫെറ്റീഗ് ഫെയിലിയറും സ്റ്റാറ്റിക് ഫെയിലിയറും തമ്മിലുള്ള ഡിഫറെൻ്റ് ആയിരിക്കുന്നത്?
അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫെറ്റിക് ഫെയിലിയർ ഒക്കേഴ്സ് അറ്റ് സ്ട്രെസ്സസ് ബിലോ yield പോയിന്റ്. ഫെറ്റിക് ഫെയിലിയർ എപ്പോഴും yield പോയിന്റിൽ താഴെയാണിക്കും നടക്കുന്നത്. സ്റ്റാറ്റിക് ഫെയിലിയർ നടക്കുന്നത് എപ്പോഴും yield പോയിന്റിലാണ്. yield പോയിന്റ് എത്തിക്കഴിഞ്ഞാലാണ് അത് ഫെയിൽ ആവാം സ്റ്റാറ്റിക് ലോഡിങ്ങിൽ. It is brittle and catastrophic in nature with no visible warning prior to failure. അതായത് എപ്പോൾ ഫെയിൽ ആവുമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ വിസിബിൾ വാർണിംഗ് ഒന്നും ഉണ്ടാവില്ല ഫെയിൽ ആവുന്നതിന് മുമ്പ്. നമ്മൾ സ്റ്റാറ്റിക് ഫെയിലിയറിനാണെങ്കിൽ ഫെയിൽ ചെയ്യുന്നതിന് മുമ്പ് അത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ നമുക്കറിയാം അത് ഫെയിൽ ആവാറായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വാർണിംഗ് അറിയാം, എപ്പോൾ ഫെയിൽ ആവുമെന്ന് പറയാൻ പറ്റില്ല. ദെൻ തേർഡ് കേസ്, ഫെറ്റിക് അക്കൗണ്ട്സ് ഫോർ about 90% of all failures in metals. അതായത് ഫെറ്റിക് കാരണമാണ് ഓൾമോസ്റ്റ് 90% മെറ്റീരിയൽസ് സംഭവിക്കുന്നത്. ഫെയിലിയർ ആവുന്നത് ഫെറ്റിക് കാരണമാണ്. അടുത്ത ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ടു അവോയ്ഡ് ഫെറ്റിക് ഫെയിലിയർ. നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം ഫെറ്റിക് ഫെയിലിയർ അവോയ്ഡ് ചെയ്യാനായിട്ട്? അതായത് വേരിയേഷൻ ഇൻ സൈസ് ഓഫ് കമ്പോണൻറ്റ് ഷുഡ് ബി ആസ് ഗ്രാജുവൽ ആസ് പോസിബിൾ. അതായത് ഒരു കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് വേരിയേഷൻ എന്ന് പറയുന്നത് സഡൻ എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ സഡൻ കോൺട്രാക്ഷൻ കൊടുക്കാൻ പാടില്ല. അതായത് ഗ്രാജുവൽ ആയിട്ട് വേണം അതിൻ്റെ സൈസ് വേരിയേഷൻ കൊടുക്കാനായിട്ട്. പിന്നെ സെക്കൻഡ് കേസ്, ഹോൾസ്, നോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രൂവ് കട്ട് ചെയ്യുമല്ലോ, നമ്മുടെ സ്ട്രെസ് കോൺസെൻട്രേഷനിൽ പറഞ്ഞ അതല്ലേ നോച്ച് അല്ലെങ്കിൽ ഗ്രൂവ്. അതുപോലെ ഹോൾസ് ആൻഡ് അതർ സ്ട്രെസ് റൈസേഴ്സ് ഷുഡ് ബി അവോയ്ഡഡ്. അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അതായത് ഫില്ലറ്റ്, ഹോൾസ്, നോച്ചസ് ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കണം. നെക്സ്റ്റ്, പ്രോപ്പർ സ്ട്രെസ് ഡീകോൺസെൻട്രേറ്റേഴ്സ് സച്ച് ആസ് ഫില്ലറ്റ്സ് ആൻഡ് നോച്ചസ് ഷുഡ് ബി പ്രൊവൈഡഡ്. അപ്പോൾ ഈ ഷാർപ്പ് കോർണർ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് അവിടെ ഷാർപ്പ് കോർണറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ കേസിൽ പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള കോർണർ ഉണ്ടെങ്കിൽ അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടും, സ്ട്രെസ് കൂടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫില്ലറ്റ് ചെയ്തായിരുന്നു. അത് കർവ്ഡ് 90 ഡിഗ്രി കോർണറിനൊക്കെ കർവ് ചെയ്തിട്ട് ഫില്ലറ്റ് ആക്കി കൊടുത്തിരുന്നു. അപ്പം അതൊക്കെ സ്ട്രെസ് റെഡ്യൂസേഴ്സ് ആണ്. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല എന്നല്ല, കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ അഡോപ്റ്റ് ചെയ്യണം. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ പാർട്സ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം കൊറോഷൻ വരാതെ നോക്കണം. ആൻഡ് നെക്സ്റ്റ്, ടു പ്രൊവൈഡ് സ്മൂത്ത് ഫിനിഷ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ കമ്പോണൻറ്റ് ദെർബൈ ഇൻക്രീസിങ് ഇറ്റ്സ് ഫെറ്റിക് ലൈഫ്. അതായത് നമ്മളിത് യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റിൻ്റെ സർഫസ് ഫിനിഷ് കൂട്ടണം, അതായത് സ്മൂത്ത് സർഫസ് ആയിരിക്കണം. മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫെറ്റിക് സ്ട്രെങ്ത് ഷുഡ് ബി സെലക്റ്റഡ്. ഫെറ്റിക് സ്ട്രെങ്ത് കൂടുതലുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാം. റെസിജ്വൽ കംപ്രസീവ് സ്ട്രെസ്സസ് ഓവർ ദ പാർട്സ് സർഫസ് ഇൻക്രീസസ് ഇറ്റ്സ് ഫെറ്റിക് സ്ട്രെങ്ത്. അപ്പോൾ റെസിജ്വൽ കംപ്രസീവ് സ്ട്രെസ് ഉള്ള പാർട്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർഫസിൽ ഫെറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അടുത്തത് സ്റ്റേജസ് ഓഫ് ഫെറ്റിക് ഫെയിലിയർ. ഫെറ്റിക് ഫെയിലിയറിൻ്റെ സ്റ്റേജസ് 3 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ക്രാക്ക് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതായത് റിപ്പീറ്റഡ് ലോഡിങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് അല്ലെങ്കിൽ സൈക്ലിക് ലോഡിങ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ സർഫസിൽ ചെറിയൊരു ക്രാക്ക് ഫോം ചെയ്യും. ക്രാക്ക് ഫോം ചെയ്യും. അതായത് കൂടുതലും ആ സ്ട്രെസ് കോൺസെൻട്രേഷൻ വരാനുള്ള ആ പോർഷനിലേക്കായിരിക്കും ക്രാക്ക് സാധാരണ വരാൻ ചാൻസ് കൂടുതൽ. അതായത് ഫില്ലറ്റ്, നോച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ക്രാക്ക് ഇനീഷ്യേറ്റ് ചെയ്യും, ചെറിയൊരു ക്രാക്ക് ഫോം ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ ക്രാക്ക് പ്രൊപ്പഗേഷൻ ആണ്. അതായത് ആ ക്രാക്ക് ഉള്ളിലേക്ക്, അപ്പോൾ അതിൻ്റെ സർഫസിൽ ഒരു ക്രാക്ക് ഫോം ചെയ്തിട്ട് പിന്നെ ആ ക്രാക്ക് അങ്ങോട്ട് വലുതായിക്കൊണ്ടിരിക്കും ഉള്ളിലേക്ക്. അപ്പോൾ ക്രാക്ക് പ്രൊപ്പഗേഷൻ. പിന്നെയും നമ്മൾ റിപ്പീറ്റഡ് സ്ട്രെസ് അല്ലെങ്കിൽ സൈക്ലിക് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ക്രാക്ക് ഉള്ളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ക്രാക്ക് ഇൻക്രീസ് ചെയ്യും, ഉള്ളിലേക്ക് കൂടി വരും. ഇപ്പോൾ ഒരു പകുതി മുക്കാലും ഭാഗത്തും ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് എന്ന് വെച്ചാൽ അത് ഫ്രാക്ചർ ചെയ്യും. ആ ക്രാക്ക് ഉള്ളിലേക്ക് കയറി അവസാനം ഒരു പകുതി മുക്കാൽ ഭാഗം കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്തു ഫ്രാക്ചർ ആയി പോകും. ഇതാണ് 3 സ്റ്റേജ്.
ഫെറ്റിക് ഫെയിലിയറിന്റെ 3 സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് ക്രാക്ക് ഫോം ചെയ്യുക, പിന്നെ അടുത്ത സ്റ്റേജിൽ ക്രാക്ക് ഉള്ളിലേക്ക് ഗ്രോ ചെയ്ത് പോകും, അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയി അവസാനം അത് ഫ്രാക്ചർ ആവും, തേർഡ് സ്റ്റേജ്. ഇനി നമ്മൾ സ്ട്രെസ് ഫെറ്റിക് ലോഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോമൻക്ലേച്ചർ എന്തൊക്കെയാണ് ടേംസ് ആണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് എൻഡുറൻസ് ലിമിറ്റ് ഓർ ഫെറ്റിക് ലിമിറ്റ്. ഇത് നമ്മൾ സ്റ്റാറ്റിക് ലോഡിങ്ങിലൊക്കെ നമ്മൾ യീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞായിരുന്നല്ലോ. യീൽഡ് സ്ട്രെങ്ത്, അതായത് ഡക്റ്റൈൽ മെറ്റീരിയലിന് യീൽഡ് സ്ട്രെങ്ത്, അതായത് അതിന് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം സ്ട്രെസ്, അല്ലെങ്കിൽ ബ്രിട്ടിൽ മെറ്റീരിയലിനാണെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അപ്പോൾ അത് വിട്ട് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫെയിൽ ആവും. അതുപോലെ തന്നെ ഫെറ്റിക് ലോഡിങ്ങിൽ വരുന്ന മാക്സിമം ലിമിറ്റ് ഓഫ് സ്ട്രെങ്ത് ആണ് എൻഡുറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെറ്റിക് ലിമിറ്റ്. അപ്പോൾ അതിനെ കൊടുക്കുന്ന നൊട്ടേഷൻ സിഗ്മ ഇ എൻ ആണ്. സിഗ്മ ഇ ആണ് നമ്മൾ എവിടെ കൊടുത്തിരുന്നത്, യീൽഡ് പോയിന്റിന്, അതായത് ഡക്റ്റൈൽ മെറ്റീരിയലിന്, അല്ലെങ്കിൽ സിഗ്മ യു ആണെങ്കിൽ ബ്രിട്ടിൽ മെറ്റീരിയലിനോട്. അത് രണ്ടും വരുന്നത് നമ്മുടെ ഈ സ്റ്റാറ്റിക് ലോഡിങ്ങിൽ. അപ്പോൾ എൻഡുറൻസ് ലിമിറ്റിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫെറ്റിക് ലോഡിങ്ങിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് എൻഡുറൻസ് ലിമിറ്റ് സ്ട്രെസ്, അല്ലെങ്കിൽ എൻഡുറൻസ് ലിമിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഫെറ്റിക് ലിമിറ്റ്. സിഗ്മ ഇ എന്നാണ് പറയുക, നൊട്ടേഷൻ കൊടുക്കുന്നത്. അതെന്താണ് എൻഡുറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്? എൻഡുറൻസ് ലിമിറ്റ് ഓർ ഫെറ്റിക് ലിമിറ്റ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം വാല്യൂ ഓഫ് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ്. നേരത്തെ പറയായിരുന്നു സൈക്ലിക് ലോഡിംഗ് ആണ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ്, അതായത് ലോഡ് റിവേഴ്സൽ. ലോഡ് ഒരു മാക്സിമം വാല്യൂ നിന്ന് കൊടുത്തിട്ട് പിന്നെ മിനിമത്തിലേക്ക് പോയി വീണ്ടും റിവേഴ്സ് ചെയ്ത് മാക്സിമം, അങ്ങനെ റിവേഴ്സിങ് ലോഡാണ്. അത് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ് ആണ് വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം വാല്യൂ ഓഫ് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ് വിച്ച് എ പോളിഷ്ഡ് സ്റ്റാൻഡേർഡ് സ്പെസിമെൻ ക്യാൻ വിത്ത്സ്റ്റാൻഡ്. അതായത് റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ്, ഇപ്പം നമ്മൾ സൈക്ലിക് ലോഡിങ്ങിൽ പറയാവുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റൊട്ടേഷൻ തന്നെയാണ്. നമ്മുടെ ഒരു ബീം അല്ലെങ്കിൽ സർക്കുലർ ഷാഫ്റ്റ്, എന്ത് ഷാഫ്റ്റ് ആയാലും അത് നല്ല ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവും. ഈ ബെൻഡിങ് സ്ട്രെസ് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ കറക്റ്റ് അത് താഴേക്ക് വൈബ്രേറ്റ് ചെയ്യും. മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്, മുകളിലേക്ക് ഇപ്പോൾ ഷാഫ്റ്റ് വളഞ്ഞ് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷാഫ്റ്റ് വളഞ്ഞ് മുകളിലേക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ സർഫസിൽ ടെൻസൈൽ സ്ട്രെസ്സും താഴെ കംപ്രസീവ് ആയിരിക്കും. ഇനി അടുത്ത റൊട്ടേഷനിൽ ഷാഫ്റ്റ് താഴേക്ക് വരും, അതായത് മുകളിലേക്ക് താഴേക്ക് വൈബ്രേറ്റ് ചെയ്യും. താഴെ വരുമ്പോൾ താഴത്തെ പോർഷനിൽ ടെൻസൈൽ സ്ട്രെസ്സും പിന്നെ അതിൻ്റെ മുകളിലത്തെ പോർഷനിൽ കംപ്രസീവ് ആയിരിക്കും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാണ് സ്ട്രെസ് മുകളിലത്തെയും താഴത്തെ സർഫസിൽ. അങ്ങനെ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ പോളിഷ്ഡ് ആയിരിക്കും, സർഫസ് ഫിനിഷ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും. അതാണ് പോളിഷ്ഡ് സ്റ്റാൻഡേർഡ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ബെൻഡിങ് സ്ട്രെസ്, ആ മാക്സിമം റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ്, അതിനെയാണ് നമ്മൾ എൻഡുറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫെയിൽ ആവാണ്ട് അതിന് ബെയർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം റിവേഴ്സ്ഡ് ബെൻഡിങ് സ്ട്രെസ് ആണ്. അതിനെയാണ് എൻഡുറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഫോർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സൈക്ലിക് ലോഡിങ്, റൊട്ടേഷൻ. The term endurance limit is used only for reversed bending. Reversed bending പ്രോസസ്സിൽ മാത്രമേ നമ്മൾ endurance limit യൂസ് ചെയ്യുന്നുള്ളൂ. അടുത്തത് endurance strength. It is defined as the safe maximum stress which can be applied to the machine part working under actual conditions. അതായത് endurance strength എന്ന് പറയുന്നത് maximum stress which can be applied to the machines. നോർമൽ വർക്കിംഗ്, ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സേഫ് സ്ട്രെസ് ആണ്. അതിനാണ് എൻഡുറൻസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. തേർഡ് വൺ, വേരിയിങ് സ്ട്രെസ്സസ്. അതായത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സസ്, അതായത് ലോഡ് വേരിയേഷൻ ഉണ്ടാവുമല്ലോ സൈക്ലിക് ലോഡിങ്ങിൽ. അപ്പോൾ അതിനകത്ത് വേരിയിങ് സ്ട്രെസ്സസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്. ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ
സ്ട്രെസ് വിച്ച് വേരീസ് ഫ്രം എ മാക്സിമം വാല്യൂ ടു ദ മിനിമം വാല്യൂ. അതായത് മാക്സിമം വാല്യൂ ഒരു പെർട്ടിക്കുലർ മാക്സിമം വാല്യൂ തൊട്ട് മിനിമം വാല്യൂ വരെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്, അതിനെയാണ് നമ്മൾ ഈ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിവിടെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നുണ്ട്. ഈ ഫിഗറിനകത്ത് ഇതാണ്, ഇവിടെ സൈക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സൈക്കിൾ എന്ന് വെച്ചാൽ ഈ സൈക്കിളിന്റെ ഏറ്റവും അടിയിൽ കാണുന്നതാണ് മിനിമം സ്ട്രെസ്, സിഗ്മ മിനിമം. അതിന്റെ മാക്സിമം സ്ട്രെസ് മുകളിൽ വരച്ചേക്കുന്നത് സിഗ്മ മാക്സ്. അപ്പോൾ ഈ സിഗ്മ മാക്സിന് സിഗ്മ മിനിമത്തിന്റെ ഇടയ്ക്ക് സ്ട്രെസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് റിപ്പീറ്റഡ് ഓർ റിലീസ്ഡ് സ്ട്രെസ്. ഇറ്റ് ഈസ് ദ സ്ട്രെസ് വിച്ച് വേരീസ് ഫ്രം 0 ടു എ മാക്സിമം വാല്യൂ. ഇപ്പൊ ഇവിടെ നോക്കിയോ, നമ്മളിവിടെ ഗ്രാഫ് ആയിട്ടാണ് വരച്ചേക്കുന്നത്. ഇവിടെ മിനിമം സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു സിഗ്മ മിനിമം 0 ആയിരിക്കും. ആൻഡ് അത് 0 ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. സിഗ്മ മിനിമം ഈക്വൽ ടു 0 സ്ട്രെസ്സിന്റെ വാല്യൂ 0 ആയിരിക്കും, മിനിമം വാല്യൂ. അപ്പം 0 ഇന്ന് ഒരു മാക്സിമം വാല്യൂ വരെ അത് റേസ് ചെയ്യും. പിന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും 0യിലേക്ക് വരും, വീണ്ടും ഒരു മാക്സിമം വാല്യൂയിലേക്ക്, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് റിപ്പീറ്റഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് വിച്ച് വേരീസ് ഫ്രം 0 ടു എ മാക്സിമം വാല്യൂ. അത് ടെൻസൈൽ ആവാം, കംപ്രസീവ് ആവാം. അടുത്തത് തേർഡ് വൺ, കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ഓർ സൈക്ലിക് സ്ട്രെസ്. ഇറ്റ് ഈസ് ദ സ്ട്രെസ്, ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ്, ഇറ്റ് ഈസ് ദ സ്ട്രെസ് വിച്ച് വേരീസ് ഫ്രം വൺ വാല്യൂ ഇൻ കംപ്രഷൻ ടു ദ സെയിം വാല്യൂ ഇൻ ടെൻഷൻ. അതായത് കംപ്രഷനിൽ പോകും, ദെൻ കംപ്രഷനിൽ നിന്ന് ടെൻഷനിലേക്ക് പോകും, ടെൻഷനിൽ നിന്ന് വീണ്ടും കംപ്രഷനിലേക്ക് വരും. പക്ഷെ വാല്യൂ സെയിം ആയിരിക്കും. നമ്മൾ കംപ്രഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂ എടുക്കുന്നത്, അതുപോലെ തന്നെ ടെൻഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ സെയിം വാല്യൂ തന്നെ കംപ്രഷനിലും അതുപോലെ തന്നെ ടെൻഷനിലായിരിക്കും. സെയിം വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 50 MPa ആണ് നോക്കിയ സ്ട്രെസ്, അല്ല വേണ്ട 100 MPa സ്ട്രെസ്. അപ്പോൾ 100 MPa കംപ്രഷനിലാണെങ്കിൽ അത് -100 MPa ആയിരിക്കും. അതുപോലെ തന്നെ അത് ഇനി ടെൻഷനിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, +100 MPa ആയിരിക്കും. അപ്പോൾ സെയിം വാല്യൂ ഇൻ കംപ്രഷൻ ആൻഡ് ടെൻഷൻ അതിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ഈ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ്, അതായത് -100 MPa കംപ്രഷനിലായിരുന്നു, അത് കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ -100 നിന്ന് 0 വന്നു, ദെൻ 0 നിന്ന് +100 വരെ അത് വന്നു. +100 എന്ന് പറയുമ്പോൾ ടെൻഷനായി. ഇനി വീണ്ടും +100 ടെൻഷനിൽ നിന്ന് 0യിലേക്ക് പോകും, ദെൻ 0 നിന്ന് വീണ്ടും -100 കംപ്രഷനിലേക്ക് പോകും. അപ്പോൾ അത് കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യാണ്. അതാണ് ഈ ടൈപ്പ് സ്ട്രെസ് ഉണ്ടാവും. ഇവിടെ ഇതാണ് ഒറിജിൻ. ഇത് എക്സ് ആക്സിസിൽ നോക്കി സിഗ്മ മാക്സ് വരെ, സിഗ്മ മാക്സിൽ നിന്ന് 0 നിന്ന് സിഗ്മ മിനിമം താഴേക്ക് വന്നു. സെയിം എമൗണ്ട് ആണ് മുകളിലേക്കും താഴേക്കും. ദെൻ സിഗ്മ മിനിമത്തിൽ നിന്ന് 0 വന്നിട്ട് 0 നിന്ന് വീണ്ടും സിഗ്മ മാക്സിലേക്ക് പോയി. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ആണ്. സെയിം എമൗണ്ട് പ്ലസിൽ നിന്ന് മൈനസിലേക്ക് റിവേഴ്സ് ചെയ്യുന്നു. ആൻഡ് തേർഡ് വൺ, മാക്സിമം സ്ട്രെസ്, സിഗ്മ മാക്സ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൾജിബ്രായിക് സ്ട്രെസ് ഇൻ എ സൈക്കിൾ. ഒരു സൈക്കിളിൽ വരുന്ന മാക്സിമം സ്ട്രെസ്, ഇത് ഇവിടെയാണെങ്കിൽ ഇതായിരിക്കും മാക്സിമം സ്ട്രെസ് മുകളിൽ കാണുന്നത്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ കണ്ട സിഗ്മ മാക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ അതാണ് സിഗ്മ മാക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലും മാക്സിമം ആൾജിബ്രായിക് വാല്യൂ ഓഫ് സിഗ്മ മാക്സ്. അടുത്ത മിനിമം സ്ട്രെസ്, സിഗ്മ മിനിമം. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ആൾജിബ്രായിക് സ്ട്രെസ് ഇൻ എ സൈക്കിൾ. സിഗ്മ മിനിമം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടി, ഈ സൈക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും അടിയിൽ വരുന്ന സ്ട്രെസ് ആണ് സിഗ്മ മിനിമം. അടുത്തത് സ്ട്രെസ് സൈക്കിൾ. സ്ട്രെസ് സൈക്കിൾ എന്താ? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് സിഗ്മ ടി കർവ് വിച്ച് ഈസ് റിപ്പീറ്റഡ് പീരിയോഡിക്കലി. അപ്പോൾ സിഗ്മ ടി കണ്ടോ, നമ്മളിത് നേരത്തെ വരച്ചിരുന്ന കർവുകൾ വരച്ചിട്ടുണ്ടായിരുന്നു, സൈക്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ടൈമാണ്, അതുപോലെ തന്നെ വൈ ആക്സിസ് എന്ന് പറയുന്നത് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് വേഴ്സസ് ടൈം ഗ്രാഫാണ് നമ്മൾ കഴിഞ്ഞ പോർഷനിലേക്ക് ഡിസ്കസ് ചെയ്തത്. ഇത് സ്ട്രെസ്, അതിൽ എക്സ് ആക്സിസ് ടൈമും വൈ ആക്സിസ് സ്ട്രെസ്സും ആണ്. അതിനകത്ത് അപ്പോൾ ആ ഗ്രാഫിനകത്ത് സ്മോളസ്റ്റ് പോർഷൻ ഓഫ് സിഗ്മ ടി
കർവ് വിച്ച് ഈസ് റിപ്പീറ്റഡ് പീരിയോഡിക്കലി, റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു പോയിന്റ്, അടിയിലത്തെ ഈ ഒരു പോയിന്റിൽ നിന്ന് കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ നെക്സ്റ്റ് സൈക്കിൾ, ആ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു സൈക്കിളിൻ്റെ ഇടയ്ക്ക് 2 റിവേഴ്സൽ നടന്നിട്ടുണ്ടായിരിക്കും. ഒരു സൈക്കിളിൻ്റെ ഇടയ്ക്ക് 2 ലോഡ് റിവേഴ്സൽ, അതായത് മാക്സിമം തൊട്ട് മിനിമം വരെ ഉള്ള 2 റിവേഴ്സലായിട്ട് നടന്നിട്ടുണ്ടായിരിക്കും. അടുത്തത് റേഞ്ച് ഓഫ് സ്ട്രെസ്. സ്ട്രെസ് റേഞ്ച് ഡെൽറ്റ സിഗ്മ എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ്. സിഗ്മ മാക്സും സിഗ്മ മിനിമം തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്, ഡെൽറ്റ സിഗ്മ. അടുത്തത് മീൻ ഓർ ആവറേജ് സ്ട്രെസ്, സിഗ്മ എം. സിഗ്മ എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ്, അതായത് സിഗ്മ മാക്സ് പ്ലസ് സിഗ്മ മിനിമം ബൈ 2. ഡാറ്റ ബുക്കിലുള്ള ഇക്വേഷൻ ആണ്, പേജ് നമ്പർ 23 ഉണ്ട്, 2.16a. അടുത്തത് വേരിയബിൾ സ്ട്രെസ് ഓർ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്, സിഗ്മ എ. സിഗ്മ എ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് സ്ട്രെസ് റേഞ്ച് ഡെൽറ്റ സിഗ്മ ബൈ 2. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് ഓർ വേരിയബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് റേഞ്ചിന്റെ പകുതി, ഹാഫ് ആണ്. ഈ ഇക്വേഷൻ ഡാറ്റ ബുക്കിലുണ്ട്, പേജ് നമ്പർ 23-ൽ 2.16b. അടുത്തത് സ്ട്രെസ് റേഷ്യോ. സ്ട്രെസ് റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ മിനിമം സ്ട്രെസ് ടു മാക്സിമം സ്ട്രെസ്. അപ്പോൾ ആർ, ക്യാപിറ്റൽ ആർ ആണ് സ്ട്രെസ് റേഷ്യോ. ആർ ഇസ് ഈക്വൽ ടു സിഗ്മ മിനിമം ബൈ സിഗ്മ മാക്സിമം. ഇഫ് ആർ ഇസ് ഈക്വൽ ടു -1, അതാണെങ്കിൽ സ്ട്രെസ് ഫുള്ളി റിവേഴ്സ്ഡ് കണ്ടീഷൻ ആണ്. ദാറ്റ് ഈസ് സിഗ്മ മിനിമം ഈസ് ഈക്വൽ ടു സിഗ്മ. ആർ ഈസ് ഈക്വൽ ടു -1 ആണെങ്കിൽ, ആർ സ്ട്രെസ്സിന്റെ റേഷ്യോ -1 ആണെങ്കിൽ സിഗ്മ മിനിമം ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ മാക്സിമം. അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് സെയിം എമൗണ്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ, അതിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, ഫുൾ റിവേഴ്സലാണ്. അപ്പം അങ്ങനെ ആർ ഈസ് ഈക്വൽ ടു -1 ആണെങ്കിൽ എന്താണ്, ഫുള്ളി റിവേഴ്സ്ഡ് കണ്ടീഷനാണ്. ഇനി ആർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, ആർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് സിഗ്മ മിനിമം ഈസ് 0, സിഗ്മ മാക്സിമം ഉള്ളൂ. അപ്പോൾ എന്താണ്, ആർ ഈസ് ഈക്വൽ ടു 0 ഫോർ റിപ്പീറ്റഡ് സ്ട്രെസ് റിപ്പീറ്റിംഗ് ഉണ്ട്. അടുത്തത് ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ. ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് ടു മീൻ സ്ട്രെസ്, സിഗ്മ എ ബൈ എം. ക്യാപിറ്റൽ എ ആണ് ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സിഗ്മ എ ബൈ സിഗ്മ എം, അതായത് ആവറേജ് സ്ട്രെസ് ഡിവൈഡ് ബൈ ആവറേജ് അല്ല ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് ഡിവൈഡ് ബൈ മീൻ സ്ട്രെസ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം നോക്കാം. എ സ്ട്രക്ചറൽ മെമ്പർ ഈസ് സബ്ജക്റ്റഡ് ടു റിപ്പീറ്റഡ് സ്ട്രെസ് സൈക്കിൾസ് വേർ സിഗ്മ മാക്സിമം സ്ട്രെസ് 400 MPa, മിനിമം സ്ട്രെസ് -600 MPa. ഡിറ്റർമിൻ, നമുക്കിവിടെ എല്ലാം കണ്ടുപിടിക്കണം, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ. അതായത് സിഗ്മ എം മീൻ സ്ട്രെസ്, സിഗ്മ എ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്, ഡെൽറ്റ സിഗ്മ സ്ട്രെസ് റേഞ്ച്, സ്ട്രെസ് റേഷ്യോ ആർ, ദെൻ ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ എ. ഇത്രയും സംഭവങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് മാക്സിമം സ്ട്രെസ് മിനിമം സ്ട്രെസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് മീൻ സ്ട്രെസ് സിഗ്മ എം എന്ന് പറയുന്നത് സിഗ്മ മാക്സ് പ്ലസ് സിഗ്മ മിനിമം ബൈ 2, അതായത് 400 പ്ലസ് മിനിമം സ്ട്രെസ് എന്ന് പറയുന്നത് -600 ആണ്. അപ്പോൾ 400 - 600 ബൈ 2, അതായത് -200 ബൈ 2, -100 MPa. വേരിയബിൾ ഓർ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് സിഗ്മ എ, അതായത് എന്ന് പറയുന്നത് സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം ബൈ 2 ആണ് വേരിയബിൾ സ്ട്രെസ്. അതായത് 400 - -600 ബൈ 2, അതായത് 400 പ്ലസ് 600 ബൈ 2, അപ്പോൾ 500 MPa. സ്ട്രെസ് റേഞ്ച് എന്ന് പറയുന്നത് സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം, 400 -600 1000 MPa. സ്ട്രെസ് റേഷ്യോ എന്ന് പറയുന്നത് സിഗ്മ മിനിമം ബൈ സിഗ്മ മാക്സ്, ദാറ്റ് ഈസ് -600 ബൈ 400 ഈസ് ഈക്വൽ ടു -1.5. ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ എ ഈസ് ഈക്വൽ ടു സിഗ്മ എ ബൈ സിഗ്മ എം. സിഗ്മ എ നമുക്ക് ഓൾറെഡി കിട്ടിയായിരുന്നു 500, ആൻഡ് സിഗ്മ എം എന്ന് പറയുന്നത് -100, ഇറ്റ് ഈസ് ഈക്വൽ ടു -5. അടുത്തത് പ്രൊസീജിയർ ടു ഡിറ്റർമിൻ ദ എൻഡുറൻസ് ലിമിറ്റ് ഓഫ് മെറ്റീരിയൽസ്. ഇനി എൻഡുറൻസ് ലിമിറ്റ്, നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ എൻഡുറൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള
ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് ചോദിക്കും, ഒരു ഫസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ SN ഡയഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. SN ഡയഗ്രാം ഓർ വോളർ ഡയഗ്രാം. ഇറ്റ് ഈസ് എ പ്ലോട്ട് ഓഫ് ഫെറ്റിക് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്. അതായത് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് SN ഡയഗ്രാം ഉണ്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഈ SN ഡയഗ്രാം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ പ്രൊസീജിയർ ടു ഡിറ്റർമിൻ ദ എൻഡുറൻസ് ലിമിറ്റ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ മെറ്റീരിയൽസിന്റെ എൻഡുറൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ആ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമ്മളൊരു കർവ് പ്ലോട്ട് ചെയ്യും. ആ കർവാണ് SN കർവ് അല്ലെങ്കിൽ SN ഡയഗ്രാം എന്ന് പറയുന്നത്. SN ഡയഗ്രാം എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് ആണ്, എന്ന് ഉദ്ദേശിക്കുന്നത് സൈക്കിൾ അല്ലെങ്കിൽ RPM. അപ്പോൾ സ്ട്രെസ് വേഴ്സസ് സൈക്കിൾ അല്ലെങ്കിൽ RPM കർവാണ് വരയ്ക്കുന്നത്. അതിൽ ഇറ്റ് ഈസ് എ പ്ലോട്ട് ഓഫ് ഫെറ്റിക് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്. ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് വേഴ്സസ് നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് ഫെയിലിയർ N പ്ലോട്ടഡ് ഓൺ സെമി ലോഗ് പേപ്പർ. നമ്മൾ അപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അത് പ്ലോട്ട് ചെയ്യുന്നത് ഒരു സെമി ലോഗ് പേപ്പറിലാണ്. സെമി ലോഗ് പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഗ്രാഫ് ഷീറ്റ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഈക്വൽ സ്പേസിങ് ആയിരിക്കില്ല. ഗ്രാഫ് ഷീറ്റിലൊക്കെ ഓരോ സ്പേസിങ് 1 mm വെച്ചാണല്ലോ. ഇത് എന്ന് വെച്ചാൽ എല്ലാം ഈക്വൽ ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ട്, സെമി ലോഗ് പേപ്പർ എന്ന് പറഞ്ഞിട്ട്. നമുക്കത് യൂസ് ചെയ്യാനില്ല, മറ്റു ബ്രാഞ്ചുകാരൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ സെമി ലോഗ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുക നമ്മൾ ഈ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഈ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സും നമ്പർ ഓഫ് സൈക്കിൾസും വെച്ചിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ഫോർ ജനറേറ്റിംഗ് SN ഡാറ്റ. അപ്പോൾ നമ്മൾ SN കർവ് അല്ലെങ്കിൽ SN ഡാറ്റ ജനറേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ SN കർവ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യണം. അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ SN കർവ് സ്ട്രെസ്സും നമ്പർ ഓഫ് സൈക്കിൾസും വെച്ച് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിനെ പറയുന്ന പേരാണ് RR മൂർ ടെസ്റ്റ്. MOORE ടെസ്റ്റ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈ സ്പീഡ് റൊട്ടേറ്റിംഗ് ബീം മെഷീനാണ്. അപ്പോൾ ആ ബീം ഇവിടെ കാണിച്ചിട്ടുണ്ട്, റൊട്ടേറ്റിംഗ് ബീമാണ്. അപ്പോൾ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബീമാണ്. ഈ ബീമാണ് ഇവിടെ വരച്ചേക്കുന്നത് കേട്ടോ. ബീം എന്ന് അറിയാലോ, എന്താ ബീം എന്നുള്ളത്? സർക്കുലർ ബീം. ആ ബീമാണ് ഇവിടെ ഈ വരച്ചിരിക്കുന്നത്. അത് നല്ല ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബീം ആണ് ബീം മെഷീൻ. ബീം മെഷീൻ എന്ന് പറയുന്നത് ഈ ബീമിനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിക്കണം. ടെസ്റ്റ് സ്പെസിമെൻ ഫോർ മൂർ ടെസ്റ്റ് ഈസ് ഷോൺ ബിലോ. കണ്ട, അപ്പോൾ ഇതാണ് ബീം. ആ നീളത്തിൽ വരച്ചിരിക്കുന്നത് അതാണ് ബീം. ആ ബീമിനെ നമ്മളൊരു മെഷീനിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബീമിൽ ബെൻഡിങ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഒരു സ്പെസിമെൻ ഫിറ്റ് ചെയ്യും. സെന്ററിൽ ഒരു സ്പെസിമെൻ കണ്ടോ? ഈ സെന്ററിൽ വെച്ചാണ് ഈ സ്പെസിമെൻ. ആ സ്പെസിമെൻ ഈ ബീമിൽ ഫിറ്റ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? അതൊരു വെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും ബീമിൽ. അപ്പോൾ ഈ ബീം നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്പെസിമെന്റെ വെയിറ്റ് കാരണം കൊണ്ട് എന്തായിരിക്കും? അത് ഡിഫ്ലക്ഷൻ ഉണ്ടാവും രണ്ട് സൈഡിലേക്കും, അല്ലേ? അപ്പോൾ ബീം ഒന്ന് വൈബ്രേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. Now the specimen is subjected to pure bending in the rotating beam machine. അപ്പോൾ ബീം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്പെസിമെൻ ഉണ്ടല്ലോ, ഈ സാധനം ഈ വെയിറ്റ് കാരണം കൊണ്ട് അത് ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവും അതിനകത്ത്. കാരണം നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നല്ല ഒരു ബീം രണ്ട് എൻഡിലും ഫിറ്റ് ചെയ്തേക്കാണ് മെഷീനിൽ. എന്നിട്ട് അതിനങ്ങോട്ട് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു ബീം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബീമിന്റെ സെന്ററിൽ ഈ ഒരു വെയിറ്റ്, ഈ സ്പെസിമെൻ വെച്ചേക്കുന്ന കാരണം കൊണ്ട് എന്താണ്, ആ വെയിറ്റ് കാരണം കൊണ്ട് അത് പുറത്തേക്ക് ഡിഫ്ലക്ട് ചെയ്ത് ആയിരിക്കും, അത് കർവ്ഡ് ഷേപ്പിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ വെയിറ്റ് കാരണം കൊണ്ട്. The beam rotates with weights on it. The number of revolutions ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് റിവേഴ്സൽസ് ആണ്. of the beam required for the failure is noted. അതായത് എത്ര റെവല്യൂഷൻ കഴിയുമ്പോഴാണ്, അത് എത്ര RPM. റെവല്യൂഷൻ ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് റിവേഴ്സൽസ് ആണ്. ഓരോ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഓരോ റെവല്യൂഷനിലും സ്ട്രെസ് റിവേഴ്സ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഒരു റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു റെവല്യൂഷന്റെ സ്റ്റാർട്ടിങ്ങിൽ ബീം മുകളിലായിരിക്കും, അതിന്റെ പകുതി റെവല്യൂഷൻ എത്തുമ്പോൾ അത് ബീം താഴെ ആയിരിക്കും, പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മുകളിലേക്ക്, അങ്ങനെ മുകളിലേക്കും താഴേക്കും, ഇങ്ങനെ മുകളിലേക്കും താഴേക്കും എന്നല്ല, എല്ലാ സൈഡിലേക്കും അത് ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്ട്രെസ് റിവേഴ്സൽ വരും. കാരണം ബീം മുകളിൽ നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ ബെൻഡിങ് ആണ്,
മുകളിലേക്ക് ബെൻഡ് ചെയ്തിരിക്കുന്ന കണ്ടീഷനിൽ അതിൻ്റെ മുകളിലത്തെ പോർഷനിൽ എന്തായിരിക്കും ടെൻഷനും ബീമിൻ്റെ അടിയിലത്തെ പോർഷനിൽ കംപ്രഷൻ ആയിരിക്കും. പക്ഷെ അത് മാറും. ബീം അടിയിലേക്ക് വന്നു കഴിയുമ്പോൾ, അടിയിലേക്ക് ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, റൊട്ടേറ്റ് ചെയ്യല്ലേ, അടിയിലേക്ക് ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സ്ട്രെസ് റിവേഴ്സ് ചെയ്യും. കാരണം അടിയിലത്തെ പോർഷൻ ടെൻസൈലും മുകളിലത്തെ പോർഷൻ കംപ്രഷനും അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്ന് എത്ര റെവല്യൂഷൻ കഴിയുമ്പോൾ, ഓരോ റെവല്യൂഷനും നമ്മൾ സ്ട്രെസ് റിവേഴ്സൽ എന്നാണ് പറയുന്നത്. എത്ര റെവല്യൂഷൻ കഴിയുമ്പോഴാണ് ബീം ഫെയിലിയർ വരുന്നതെന്നുള്ളത് നോട്ട് ചെയ്യണം. അവിടെയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. ബട്ട് ഡ്യൂറിങ് റൊട്ടേഷൻ വെൻ ദ ബീം ബെൻഡ് അപ്വേർഡ്, ബീം മുകളിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ അപ്പർ ഫൈബർ ഓഫ് ദ ബീം ഈസ് ഇൻ ടെൻഷൻ. അപ്പർ ഫൈബർ എന്താണ് ടെൻഷൻ ആയിരിക്കും, ഇലോങ്ങേഷൻ സംഭവിക്കും. നമ്മൾ പ്യൂർ ബെൻഡിങ് പഠിച്ചിട്ടുള്ളതാണ് S3-ൽ. അതുപോലെ ലോവർ ഫൈബർ ഈസ് ഇൻ കംപ്രഷൻ. അതുപോലെ വെൻ ദ ബീം ഈസ് ബെൻഡ് ഡൗൺവേർഡ്, ഈ താഴേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ എന്താണ് ലോവർ ഫൈബർ ഈസ് ഇൻ ടെൻഷൻ ആൻഡ് അപ്പർ ഫൈബർ ഈസ് ഇൻ കംപ്രഷൻ. That is, during rotation, the bending stress at fibers varies from maximum tensile to maximum compressive. അതായത് റൊട്ടേഷനിൽ ബീം ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബെൻഡിങ് സ്ട്രെസ് മാക്സിമം കംപ്രഷനിൽ നിന്ന് മാക്സിമം ടെൻസൈൽ വരെ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അത് റിപ്പീറ്റഡ് റിവേഴ്സലാണ്. മാക്സിമം ടു മാക്സിമം കംപ്രസീവ് ആൻഡ് at lower fiber varies from maximum compressive to maximum tensile. But in other words, the specimen is subjected to completely reversed stresses cycle. That is sigma m. Mean stress 0 ആയിരിക്കും. കാരണം എന്താണ്, അതായത് മാക്സിമം കംപ്രഷനിൽ നിന്ന് മാക്സിമം ടെൻസൈൽ, അതായത് മാക്സിമം കംപ്രഷൻ എന്ന് പറയുമ്പോൾ മൈനസും ടെൻസൈൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെഗറ്റീവ് 0 വന്നിട്ട് 0 എന്നാണ് മാക്സിമത്തിലേക്ക് പോകുന്നത്. Then highest level of stress occurs at the center where the radius of specimen is 7.625. സെന്ററിലായിരിക്കും മാക്സിമം സ്ട്രെസ് വരുന്നത്. സെന്ററിലാണ് ബെൻഡിങ് കൂടുതൽ വരുന്നത്. സെന്ററിലാണ് നമ്മൾ ഈ സ്പെസിമെൻ കണക്ട് ചെയ്തേക്കുന്നത്. Now the first test is made at a stress which is less than the ultimate strength of the material. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ട്രെസ് റീഡിങ് എടുക്കുന്നത്, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ SN കർവ്. അപ്പോൾ നമ്മൾ ആ ബീം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഓരോ സ്ട്രെസ്സും കറസ്പോണ്ടിങ് നമ്പർ ഓഫ് സൈക്കിൾസും പ്ലോട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ആദ്യത്തെ റീഡിങ് എടുത്തിരിക്കുന്ന പോയിന്റാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ, ആദ്യത്തെ റീഡിങ് അതെപ്പോഴും എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടെസ്റ്റ് ഈസ് മെയ്ഡ് അറ്റ് എ സ്ട്രെസ് വിച്ച് ഈസ് ലെസ് ദാൻ ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ബീം മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എത്രയാണോ അതിൻ്റെ താഴെ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് റീഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റീഡിങ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ റീഡിങ് അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് വരെയുള്ള പോവില്ല, അതിന് താഴെയാണ്. അവിടുന്ന് അതിൻ്റെ താഴെ ഒരു പർട്ടിക്കുലർ വാല്യൂ താഴെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ടെസ്റ്റ് ഈസ് മെയ്ഡ് അറ്റ് എ സ്ട്രെസ് ദാറ്റ് ഈസ് ലെസ് ദാൻ ദ വാല്യൂ യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്ട്രെസ് എത്ര കൊടുത്തോ അതിനേക്കാളും കുറച്ചും കൂടി താഴെ സ്ട്രെസ് കൊടുത്തിട്ടാണ് സെക്കൻഡ് റീഡിങ് എടുക്കുന്നത്. അപ്പോൾ അത് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഓരോ വാല്യൂ, ഫസ്റ്റ് വാല്യൂ സെക്കൻഡ് വാല്യൂ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂഡ് ആൻഡ് റിസൾട്ട്സ് ആർ plotted on a semi-log paper to get a typical SN diagram shown below. അപ്പോൾ ഏറ്റവും മുകളിലത്തെ വരച്ചിരിക്കുന്ന ലൈൻ അതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അപ്പോൾ അവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനേക്കാളും കുറച്ച് താഴെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രെസ് കൊടുത്തിട്ട് അത്രയും സ്ട്രെസ് കൊടുക്കും, അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിലും താഴെയുള്ള സ്ട്രെസ് കൊടുത്തിട്ട് ആ സ്ട്രെസ്സിൻ്റെ വാല്യൂ അവിടെ കൊടുത്തിരിക്കുന്ന കറസ്പോണ്ടിങ് സൈക്കിൾസ് 10⁻�0 സൈക്കിൾ 1 സൈക്കിളാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്ത റീഡിങ് എടുത്തേക്കുന്നത് നോക്കി, അതിന് ആദ്യം കൊടുത്ത സ്ട്രെസ്സിനേക്കാളും കുറച്ചുകൂടി താഴെ, അതായത് 10⁻³ സൈക്കിൾസ്. അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് 10⁻6 സൈക്കിൾ. ഇനി ഒരു പർട്ടിക്കുലർ വാല്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സ്ട്രെസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നോക്കിയ ഇപ്പോൾ ഫോർ സ്റ്റീൽ എ നീ ഒക്കേഴ്സ്, ഒരു നീ എന്ന് പറഞ്ഞൊരു പോയിന്റ് വരും, occurs between 10⁻6 and 10⁻7 cycles, and beyond this knee failure will not occur.
ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സൈക്കിൾസ്. അതായത് നമ്മൾ ഈ കർവ് പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഫെയിലിയർ ഉണ്ടാവില്ല. കാരണം ആ സ്ട്രെസ് അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആക്കി മാറിക്കൊണ്ടിരിക്കും. അതായത് എത്ര സൈക്കിൾസ് കൊടുത്താലും സൈക്കിളിന്റെ എണ്ണം കൂട്ടി കഴിഞ്ഞാൽ അപ് ടു 10⁸8 സൈക്കിൾസ് വരെ കൂട്ടിയാലും ആ സ്ട്രെസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് താഴെ പിന്നെ എത്ര സൈക്കിൾ കൊടുത്താലും അത് ഫെയിലിയർ ആവില്ല. ആ ഒരു പോയിന്റ് ഉണ്ടാവും. നീ എന്നുള്ളൊരു ആ പോയിന്റ് പറയുന്ന പേരാണ് നീ പോയിന്റ് എന്ന് പറയുന്നത്. ആ നീ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സൈക്കിളിന്റെ എണ്ണം കൂട്ടി കഴിഞ്ഞാൽ സ്ട്രെസ് കുറയില്ല, കോൺസ്റ്റന്റ് ആക്കി പോയിക്കൊണ്ടിരിക്കും. അതിന് താഴെ പിന്നെ ഫെയിലിയർ ഉണ്ടാവില്ല. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എൻഡ്രൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ വേർഡ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഫോർ എ സ്റ്റീലിന്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ വരച്ചിരിക്കുന്നത് സ്റ്റീലിന്റെ കേസാണ്. മെറ്റീരിയൽ സ്റ്റീലാണ്. ഫോർ എ സ്റ്റീൽ എ നീ ഒക്കേഴ്സ് ബിറ്റ്വീൻ 10⁶ and 10�7 cycles and beyond this knee point failure will not occur irrespective of the increase in number of cycles. അപ്പോൾ എത്ര സൈക്കിൾ ആ പോയിന്റ് നീ പോയിന്റ് കഴിഞ്ഞ് നമ്പർ ഓഫ് സൈക്കിൾസ് എത്ര കൂട്ടിയാലും ഫെയിലിയർ ഉണ്ടാവില്ല. സ്ട്രെസ് കോൺസ്റ്റന്റ് ആക്കി തന്നെ പോയിക്കൊണ്ടിരിക്കും, താഴേക്ക് പോവില്ല. ദിസ് സ്ട്രെങ്ത് കറസ്പോണ്ടിങ് ടു ദ നീ പോയിന്റ് ഈസ് കോൾഡ് ദ എൻഡുറൻസ് ലിമിറ്റ് ഓർ ഫെറ്റിഗ് ലിമിറ്റ്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയലിനും ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് നീ പോയിന്റ് കണ്ടുപിടിക്കും. ആ നീ പോയിന്റ് വരുന്ന വാല്യൂ സ്ട്രെസ് എത്രയാണോ അതായിരിക്കും ആ മെറ്റീരിയലിന്റെ എൻഡുറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി എസ് എൻ കർവ് ഫോർ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റീരിയൽസ്. അപ്പോൾ ഫെറസ് മെറ്റീരിയലിനും നോൺ ഫെറസ് മെറ്റീരിയലിനും ഉണ്ട്. ഇവിടെ മൈൽഡ് സ്റ്റീലിന്റെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മൈൽഡ് സ്റ്റീലിന്റെ ആണെങ്കിൽ 10⁶ നീ പോയിന്റ് കിട്ടും. പിന്നെ എത്ര സൈക്കിൾസ് കൊടുത്താലും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അലൂമിനിയത്തിന്റെ കേസ്, അത് അലൂമിനിയം എന്ന് പറയുന്നത് നോൺ ഫെറസ് ആണ്. അലൂമിനിയത്തിന്റെ കേസിൽ ഇവിടെ നീ പോയിന്റ് ഇല്ല, അതിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അലൂമിനിയത്തിന് നീ പോയിന്റ് ഇല്ല. അത് മോസ്റ്റ് ഓഫ് ദ നോൺ ഫെറസ് അലോയ്സ് എക്സാമ്പിൾ അലൂമിനിയം, കോപ്പർ, മഗ്നീഷ്യം ഡു നോട്ട് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് എൻഡുറൻസ് ലിമിറ്റ്. അതിനൊരു നീ പോയിന്റ് ഇല്ല. നീ പോയിന്റ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ എൻഡുറൻസ് ലിമിറ്റ് ഇല്ല. ആൻഡ് ഹെൻസ് ദ ഗ്രാഫ് നെവർ ബിക്കംസ് ഹൊറിസോണ്ടൽ. Their fatigue strength continues to decrease with the increasing cycle. അപ്പോൾ സൈക്കിൾസ് കൂടുന്നതിനനുസരിച്ച് ഫെറ്റീഗ് സ്ട്രെങ്ത് കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ അതിന് നീ പോയിന്റ് ഇല്ല. അടുത്ത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എസ് എൻ ബിഹേവിയർ അല്ലെങ്കിൽ എൻഡുറൻസ് ലിമിറ്റ് മോഡിഫയിങ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു 3 കേസ് ഉണ്ട്. ഏത് വേണമെങ്കിലും പറയുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എസ് എൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ എൻഡുറൻസ് ലിമിറ്റ് മോഡിഫയിങ് ഫാക്ടേഴ്സ്. എൻഡുറൻസ് ലിമിറ്റിനെ മോഡിഫൈ ചെയ്യേണ്ട ഫാക്ടർ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സ്ട്രെങ്ത് റിഡക്ഷൻ ഫാക്ടർ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എൻഡുറൻസ് ലിമിറ്റിനെ മോഡിഫൈ ചെയ്യണം ഫാക്ടേഴ്സ്. അത് നമ്മൾ ഒരേ വാല്യൂവിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ കേസിൽ അതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലോഡ് ഫാക്ടർ. അതായത് ലോഡ് ഫാക്ടർ അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രൻസ് ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെസ്റ്റ് ഈ മോർസ് ടെസ്റ്റ് ആണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന സ്പെസിമെന് നല്ല പ്യുവർ ബെൻഡിങ് കൊടുത്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ മോർസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് പ്യുവർ ബെൻഡിങ് വെച്ചിട്ടാണ്. അതായത് ബെൻഡിങ് ടെസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ എൻട്രൻസ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്പെസിമെന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് എൻട്രൻസ് ലിമിറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ബെൻഡിങ് ആയിരിക്കും. അതായത് ബെൻഡിങ്ങിൻ്റെ ടൈമിലാണ് നമ്മൾ ബെൻഡിങ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ എൻട്രൻസ് ലിമിറ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ അത് ബെൻഡിങ്ങിന് മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഇനി ആക്സിയൽ ലോഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ഷിയറിംഗ് ആണെങ്കിലും എന്ത് ചെയ്യും? അപ്പം നമ്മൾ ബെൻഡിങ് സ്ട്രെസ് നടത്തിയിട്ടല്ലേ ഈ ബെൻഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ ബെൻഡിങ് കൊടുത്തിട്ടാണ് എൻട്രൻസ് ലിമിറ്റ് കണ്ടുപിടിച്ചത്. അത് ബെൻഡിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതർ ടൈപ്പ് ലോഡിങ് ആണെങ്കിൽ നമ്മൾ ഈ ബെൻഡിങ് വെച്ച് ചെയ്ത് കിട്ടിയ അതിനെ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതായത് ആക്സിയൽ ലോഡ് ആണെങ്കിൽ ഇത്രയും അല്ലെങ്കിൽ ഇത്രയും ഫാക്ടർ വരും. അതുപോലെ തന്നെ ഷിയറിംഗ് ആണെങ്കിൽ ഇത്രയും വരും. അതിന് ആ
ഒരു കറക്ഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കറക്ഷൻ ഫാക്ടറിനെയാണ് നമ്മൾ നമ്മൾ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഫോർ ലോഡ് ടൈപ്പ് ഓഫ് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന് എ എന്നുള്ള ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കറക്ഷൻ ഫാക്ടർ ഫോർ ബെൻഡിങ്ങിന്റെ കേസിലാണെങ്കിൽ 1 ആണ്. കാരണം എന്ന് വെച്ചാൽ ബെൻഡിങ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി എൻട്രൻസ് ലിമിറ്റ് കിട്ടിയത്. അപ്പോൾ ബെൻഡിങ് കേസിലാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, ആ കിട്ടിയ വാല്യൂ തന്നെയാണ് എടുക്കേണ്ടത്. ഇനി ആക്സിയൽ ലോഡിങ് വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് എന്താണ് 0.7 to 1. അപ്പോൾ ആ കറക്ഷൻ ഫാക്ടറിന്റെ വാല്യൂ ആണ് 0.7 തൊട്ട് 1 വരെ. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലാണ് അത് എൻട്രൻസ് ലിമിറ്റ് ഫോർ ആക്സിയൽ ലോഡിങ് കേസ് വരുള്ളൂ. അതുപോലെ തന്നെ ഷിയറിംഗ് ആണെങ്കിൽ, ടോർഷണൽ ലോഡിംഗ് ആണെങ്കിൽ 0.5 തൊട്ട് 0.6 വരെയുള്ള ആ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ബെൻഡിങ്ങിൽ നിന്ന് ടോർഷണൽ കേസിലേക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടുള്ളൂ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എൻട്രൻസ് ലിമിറ്റ് മോഡിഫൈ ചെയ്യേണ്ട ഫാക്ടർ എന്ന് പറയുന്നത് സൈസ് എഫക്റ്റ് ആണ്. സൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് ചില സ്പെസിമെൻ ലാർജ് സൈസിലായിരിക്കും, ചിലത് സ്മോൾ സ്പെസിമെൻ ആയിരിക്കും. അതെന്ന് വെച്ചാൽ ലാർജ് സൈസ് സ്പെസിമെനിൽ ഫെയിലിയർ കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ലാർജ് സൈസ്ഡ് കമ്പോണൻസ് മോർ ലൈക്ലി ടു ഫെയിൽ അറ്റ് ലോവർ സ്ട്രെസ്സസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഫ്ലോ ഇൻ ലാർജ് ഒബ്ജക്റ്റ്. അതായത് വലിയ സൈസിന് ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഡിഫക്റ്റ് കൂടുതലായിരിക്കും, അപ്പോൾ ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ചെറിയ ഒബ്ജക്റ്റിനകത്തൊക്കെ കമ്പാരിറ്റീവ്ലി ഡിഫക്റ്റ് കുറവായിരിക്കും, ഫെയിലിയർ ചാൻസസ് അപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സൈസ് ഫാക്ടർ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ആ സൈസ് ഫാക്ടർ, അപ്പോൾ അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു സൈസ് ഫാക്ടർ കൊടുക്കും. ആ സൈസ് ഫാക്ടർ എന്ന് ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് സൈസ് ഫാക്ടറിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/b = ഇക്വേഷൻ പേജ് നമ്പർ 22 ഇക്വേഷൻ നമ്പർ 2.9b. അടുത്തതെന്ന് വെച്ചാൽ സർഫസ് ഡിഫക്റ്റ്. നമ്മൾ ബീം യൂസ് ചെയ്തില്ലേ, നമ്മൾ എൻട്രൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്ത എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്ത ബീം ഉണ്ടല്ലോ, ബീം മെഷീനിൽ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത ബീം, അത് ഹൈലി പോളിഷ്ഡ് സർഫസ്. അടുത്ത ഡിഫക്റ്റ് ആണ്, അടുത്ത ഫാക്ടർ ആണ് സർഫസ് ഡിഫക്റ്റ്. സി ആണ് യൂസ് ചെയ്യുന്നത്. സർഫസ് ഫിനിഷിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ ബീം യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, മോർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ബീം ഹൈലി പോളിഷ്ഡ് സർഫസ് ആയിരുന്നു നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന സ്പെസിമെൻ ഒന്നും ഹൈലി പോളിഷ്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഹൈലി പോളിഷ്ഡ് ആയിട്ട് കിട്ടിയ ഇപ്പോൾ ഒരു മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ അതിൻ്റെ എൻട്രൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മോർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ സർഫസ് നല്ല പോളിഷ് ചെയ്ത് സ്മൂത്ത് ആക്കും. പക്ഷേ ആക്ച്വൽ കണ്ടീഷനിൽ നമ്മൾ സ്മൂത്ത് ആയിരിക്കില്ല. അപ്പോൾ കിട്ടുന്ന അതും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കിട്ടിയതും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു ഫാക്ടർ നമ്മൾ ആഡ് ചെയ്യണം. ആ സർഫസ് സ്മൂത്ത് അല്ലെങ്കിൽ, സ്മൂത്ത് സർഫസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വൽ കണ്ടീഷൻ ചെയ്യുമ്പോൾ സർഫസ് സ്മൂത്ത് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളൊരു സർഫസ് ഫിനിഷ് ഫാക്ടർ ചെയ്യണം. അത് സി എന്നാണ് നമ്മൾ കൊടുക്കുന്ന ഫാക്ടറിന്റെ പേര്, ഡൊട്ടേഷൻ സി. അപ്പോൾ സി അതിന്റെ വാല്യൂ, the value of C based on ultimate strength for cold and hot rolled surfaces given in page number table കൊടുത്തിട്ടുണ്ട്, table 2.2 page number 32 ഉണ്ട്. Then value of C based on until ultimate tensile strength can be obtained from table 2.33 page number 46. അടുത്തത് റിലയബിലിറ്റി ഫാക്ടർ ആണ്. Reliability factor depends on the survival rate of the component at a particular stress. അപ്പോൾ റിലയബിലിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് സർവൈവൽ ആണ്. എത്ര പെർസെൻറ്റേജ് അത് ഫെയിൽ ആവാണ്ട് നിൽക്കുന്നത്, ആ ലൈഫിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിലയബിലിറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലയബിലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് കൊടുത്തേക്കുന്നത്. അതായത് എത്ര പെർസെൻറ്റേജ്, അതായത് 50%. ഇതൊരു ഫാക്ടറാണ്. ആ ഫാക്ടർ RF എന്നാണ് ആ ഫാക്ടറിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ. അത് നമ്മൾ ഡാറ്റ ബുക്കിനകത്ത് ഇല്ല. ആ ഒരു ഫാക്ടർ ഇതാണ്. ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാനില്ല, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അതായത് 50% സർവൈവൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടർ 1 ആയിരിക്കും. 90% ആണെങ്കിൽ 0.897, 95% ആണെങ്കിൽ ഇങ്ങനെ പോകും. അപ്പോൾ അവസാനം 99.9999% വരെ വരുമ്പോൾ 0.62 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടർ. അടുത്തത് ടെമ്പറേച്ചർ എഫക്റ്റ് ആണ്. ടെമ്പറേച്ചർ എഫക്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. എന്താണെന്ന് വെച്ചാൽ
ടെമ്പറേച്ചർ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫെറ്റിഗ് ടെസ്റ്റ് ആർ കോമൺലി ഡൺ അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മൾ മോർ ടെസ്റ്റ് ചെയ്തല്ലോ എൻട്രൻസ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്, അത് സാധാരണ ചെയ്യുന്നത് അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷനിൽ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ആവണമെന്നില്ല. ചിലപ്പോൾ ഇത് മെറ്റീരിയൽ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ അതൊക്കെ നല്ല ഹീറ്റ് ആവും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ അതിൻ്റെ ഫെറ്റിഗ് ലിമിറ്റ് എൻട്രൻസ് ലിമിറ്റിലൊക്കെ വേരിയേഷൻ വരും. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എൻട്രൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറാണ്. പക്ഷേ ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ വരും, ബിലോ റൂം ടെമ്പറേച്ചറിൽ വരും, അല്ലെങ്കിൽ എബവ് റൂം ടെമ്പറേച്ചറിലേക്ക് വരും ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻ. അപ്പം അങ്ങനെയുള്ള കേസിൽ എൻട്രൻസ് ലിമിറ്റ് എങ്ങനെ വേരി ചെയ്യുന്നുള്ളത്. അടുത്തത് ഫെറ്റിഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. അതായത് നമ്മളിപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ പഠിച്ചതാണ്. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിൽ നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും ഫെറ്റിഗ് എടുക്കുമ്പോൾ. അതായത് നാച്ചുറൽ സ്പെസിമെൻ അല്ലെങ്കിൽ 90 ഡിഗ്രി ബെൻഡിങ് ഉള്ള, അല്ലെങ്കിൽ 90 ഡിഗ്രി ബെൻഡിങ്, ഷാർപ്പ് എഡ്ജ്ഡ് കോർണേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഫെറ്റിഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KTF, it is defined as the ratio of endurance limit for unnotched specimen divided by endurance limit for notched specimen. അതായത് റേഷ്യോ എടുക്കുന്നത്, അതായത് എൻട്രൻസ് ലിമിറ്റ് ഫോർ നോച്ച് ഇല്ലാത്തത്, സർക്കുലർ നോച്ച് അങ്ങനെയുള്ള ജോമെട്രിയിൽ അങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഇല്ലാത്ത സ്പെസിമിനിൽ അതിൻ്റെ എൻട്രൻസ് ലിമിറ്റ് ഡിവൈഡ് ബൈ നോച്ച് അല്ലെങ്കിൽ ജോമെട്രിക് ഒബ്സ്ട്രക്ഷൻ, അതായത് നോച്ച്, ഹോള് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള സ്പെസിമിൻ്റെ എൻട്രൻസ് ലിമിറ്റ്, അതിൻ്റെ തമ്മിലുള്ള റേഷ്യോ ആണ് പിന്നെ ഇത് ഫെറ്റിഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് KT ആണ്. KT എന്ന് പറയുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വെച്ച് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജോമെട്രി അലോൺ. ജോമെട്രിയുടെ ഇതിലുണ്ടാകുന്ന വേരിയേഷൻ വരുമ്പോഴാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ KT എന്ന് പറയുന്നത്. അതായത് നോച്ച്, ഫില്ലറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും KT എന്ന് പറയുന്നത്. ബട്ട് KTF ഈസ് എ ഫങ്ഷൻ ഓഫ് ജോമെട്രി, മെറ്റീരിയൽ ആൻഡ് ടൈപ്പ് ഓഫ് ലോഡിങ്. KTF എന്ന് പറയുന്നത് എന്താണ്, ഫെറ്റിഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ജോമെട്രീനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് നോച്ച്, ഫില്ലറ്റ്, ഹോൾസ് അതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, പിന്നെ ടൈപ്പ് ഓഫ് ലോഡിങ്. ഈ മൂന്നെണ്ണത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫെറ്റിഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. മെറ്റീരിയൽ കൺസിഡറേഷൻ ഈസ് ഡെൽഡ് ബൈ യൂസിങ് എ നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ. അത് നമ്മൾ മെറ്റീരിയൽ എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ Q, പുതിയൊരു ഫാക്ടറാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് Q = KTF - 1. അതിൻ്റെ ഡെഫിനേഷനാണ് ഈ ഇക്വേഷൻ, KTF - 1 - KT - 1. KTF എന്ന് പറയുന്നത് ഫെറ്റിഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, അതുപോലെ KT എന്ന് പറയുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. Qൻ്റെ വാല്യൂ 0 ആണെങ്കിൽ KTF = 1. KTF = 1 എന്ന് വെച്ചാൽ മെറ്റീരിയൽ ഹാസ് നോ സെൻസിറ്റിവിറ്റി ടു നോച്ചസ്. മെറ്റീരിയലിന് നോച്ച് സെൻസിറ്റിവിറ്റി ഇല്ല. അതുപോലെ തന്നെ Qൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ then KTF = KT, that is material has full sensitivity to notches. അടുത്തത് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ഫെറ്റിഗ് ലോഡിംഗ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് ഫെറ്റിഗ് ലോഡിംഗ് എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു എൻട്രൻസ് ലിമിറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്.